കല്യാണം വീട്ടിൽ ഭക്ഷണം മോഷ്ടിച്ചു പോവേ മോയിന്റെ മോനെ. ഇതെന്റെ അമ്മാവന്റെ മോന്റെ കല്യാണമാണ്. എന്താണ് നിന്റെ അമ്മാവന്റെ പേര്? പറയണ മോയെ, പറയടാ. അതെ, എന്റെ അമ്മ നല്ലൊരു ബിരിയാണി കഴിച്ചിട്ടേ കുറെ ദിവസമായി. അതുകൊണ്ട് എടാ, നിന്റെ അമ്മയ്ക്ക് ബിരിയാണി വേണമെങ്കിലേ കല്യാണ വീട്ടിലൊന്നും മോഷ്ടിച്ചിട്ടല്ല, നീ അധ്വാനിച്ച് പോയി വാങ്ങിച്ചു കൊടുക്കടാ നിന്റെ തള്ളക്ക്. മോയെ പതുക്കെ പറയോ പ്ലീസ്, ആരെങ്കിലുമൊക്കെ കേൾക്കും പ്ലീസ്. കക്കുമ്പോ നിനക്ക് നാണക്കേടില്ലടാ ചേട്ടാ പ്ലീസ്. ആൾക്കാർ അറിയുമ്പോഴാണോ? ചേട്ടാ പ്ലീസ്, ശബ്ദം കേട്ടാ ആൾക്കാർ പ്ലീസ് ചേട്ടാ പ്ലീസ്. എന്താ മജീദ് പ്രശ്നം? ഇവന്റെ അമ്മനെ ബിരിയാണി തീറ്റിക്കാനേ ഈ കല്യാണ വീട്ടിൽ വന്ന് ബിരിയാണി കട്ടുകൊണ്ട് പോണ് പേരും കള്ളേ. സോറി ചേട്ടാ പ്ലീസ്. എന്റെ അമ്മയ്ക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. നാണല്ലേടാ കല്യാണ വീട്ടിൽ നിന്നൊക്കെ ബിരിയാണി മോഷിച്ചു കൊണ്ടാലും. സാധാരണ ഇവിടെ മുമ്പൊക്കെ കല്യാണത്തിന് ഭക്ഷണം ബാക്കിയായിട്ട് നായ്ക്കും അല്ല കുഴിച്ചു മൂടൊക്കെ ചെയ്തിട്ടുണ്ടായേ. അപ്പം ഇന്നും ഇവിടെ ഭക്ഷണം ബാക്കിയാവുമെന്ന് തോന്നി, അപ്പം കുറച്ച് ബിരിയാണി എടുത്തിട്ട് പോയതാണ്. സോറി, ഗതികേടുകൊണ്ടാണ് കേട്ടോ. പിന്നെ ചേട്ടൻ പറഞ്ഞത് ശരിയാ, എൻ്റെ അമ്മയ്ക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണേ ഞാൻ അധ്വാനിച്ച് തന്നെ വാങ്ങിച്ചു കൊടുക്കണം. പക്ഷെ തികയുന്നില്ല ചേട്ടാ, പണിക്കൊക്കെ പോകുന്നുണ്ടേ. അമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. കിട്ടുന്ന പൈസ മുഴുവൻ വീടിൻ്റെ വാടക കൊടുക്കാനും അമ്മേൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോലും കുറെ കടമാണ്. പിന്നെ ഞാൻ മാത്രമല്ല ചേട്ടാ, എന്നെ പോലെ കുറെ ആരോഗ്യമുള്ള ചെറുക്കന്മാരൊക്കെ ഇതേ ഗതികെട്ട അവസ്ഥയിലൂടെ പോകുന്നുണ്ട്. അമ്മേൻ്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളെ തിരുവനന്തപുരം RCCയിലാണ്. തികയൂല, ഗതികേടുകൊണ്ടാണ് കേട്ടോ. എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഇതുപോലെ കൊണ്ടുപോകും. ഒരു പണക്കാരന്റെ മക്കള് എന്താണേലും ഭക്ഷണം പുഷ്ടിക്കില്ലല്ലോ. സോറി ഏട്ടാ, ഇനി ഒരിക്കലും ആവർത്തിക്കില്ല പ്ലീസ്. രണ്ടുപേർക്കുള്ള ഫുഡ് ബാക്കിയുണ്ട് കേട്ടോ. നാണുണ്ടടാ ഒരാളെ ഭക്ഷണം മുടക്കിട്ട്.